ചാമ്പ്യൻസ് ട്രോഫി 2025 നടത്തിപ്പിൽ പാകിസ്ഥാന് സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യൻ മാധ്യമങ്ങൾ PCBയെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നടത്തുന്ന നുണപ്രചാരണം മാത്രമാണിതെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ PCB വക്താവ് ആമിർ മിറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജാവേദ് മുർത്താസയുമാണ് അവകാശവാദവുമായി രംഗത്തെത്തിയത്. മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റാണെന്നും PCB മികച്ച വരുമാനം നേടിയെന്നും ഇരുവരും വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യ കിരീടം ചൂടിയ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമാപിച്ചത്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിലാണ് നടന്നത്. ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ICC ഹൈബ്രിഡ് മോഡൽ നടപ്പിലാക്കിയത്. ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ പാകിസ്ഥാൻ ഒരു ജയവും നേടാതെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയോട് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യ മുന്നേറിയതോടെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളും പാകിസ്ഥാനിൽ നിന്ന് ദുബായിലേക്ക് മാറ്റേണ്ടി വന്നു. ഇതോടെ PCBക്ക് 869 കോടി രൂപയുടെ വൻ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ വാദങ്ങൾ തള്ളിക്കളഞ്ഞാണ് PCB പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ ശത്രുവായ ഇന്ത്യൻ മാധ്യമങ്ങളുടെ നുണപ്രചാരണമാണ് നടന്നതെന്നും PCB വക്താവും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും വ്യക്തമാക്കിയിരിക്കുകയാണ്. PCBക്ക് 3 ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ വരുമാനം ഉണ്ടായെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇരുവരും പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ തുറന്നു കാട്ടുക എന്നതാണ്. ഈ ടൂർണമെന്റ് കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് കനത്ത നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്നു. പാകിസ്ഥാനെ ശത്രുവായി കാണുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ പതിവ് പോലെ നടത്തിയ നുണപ്രചാരണമാണിത്. ഇന്ന് ഞങ്ങൾ അത് പൊളിക്കുകയാണ്. ഇന്ത്യൻ മാധ്യമങ്ങൾ എന്ത് പ്രചരിപ്പിച്ചാലും പാക് മാധ്യമങ്ങളിലും വാർത്തയാകുന്നത് ഖേദകരമാണ്. പക്ഷേ വസ്തുതകൾ ഇതിന് നേർ വിപരീതമാണ്. ICC ആണ് ടൂർണമെന്റിന്റെ എല്ലാ ചെലവുകളും വഹിച്ചത്. PCBക്ക് ഗേറ്റ് മണിയിലൂടെയും ടിക്കറ്റ് വിൽപ്പനയിലൂടെയും വരുമാനമുണ്ടായി. ഓഡിറ്റിന് ശേഷം 3 ബില്യൺ പാകിസ്ഥാൻ രൂപ ICCയിൽ നിന്ന് അധികമായി പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ആമിർ മിർ വിശദീകരിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കുന്നതിന് 2027 വരെ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെന്റുകളിൽ പാകിസ്ഥാനും പങ്കെടുക്കില്ലെന്ന് ICCയുടെ മധ്യസ്ഥതയിൽ ധാരണയുണ്ടാക്കിയിരുന്നു. ഇതുപ്രകാരം ഇരു രാജ്യങ്ങളും പരസ്പര സന്ദർശനം നടത്താതെ നിഷ്പക്ഷ വേദികളിൽ കളിക്കും. 2026 T20 ലോകകപ്പിൽ ഇന്ത്യ-പാക് മത്സരം ശ്രീലങ്കയിലെ കൊളംബോയിലാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാത്തതിലൂടെ PCBക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം വരുത്താൻ BCCക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചും അത് സാധ്യമാണെന്ന് ആമിർ മിർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാക് ടീം വരുന്നില്ല എന്നതിനാൽ 2026 T20 ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് ഈ മുന്നറിയിപ്പ്. മുൻപ് പുറത്തുവന്ന റിപ്പോർട്ട് അനുസരിച്ച് കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി സ്റ്റേഡിയങ്ങൾ പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ 557 കോടി രൂപ ചിലവഴിച്ചിരുന്നു. ബജറ്റിനേക്കാൾ 50% തുകയാണിത്. ടൂർണമെന്റ് തയ്യാറെടുപ്പുകൾക്കായി 346.7 കോടി രൂപയും ചെലവഴിച്ചു. എന്നാൽ ICCയിൽ നിന്ന് ഹോസ്റ്റിംഗ് ഫീസായി PCBക്ക് ലഭിച്ചത് 52 കോടി രൂപ മാത്രമാണ്. ടൂർണമെന്റിൽ പാകിസ്ഥാൻ ഒരു മത്സരം മാത്രമേ സ്വന്തം നാട്ടിൽ കളിച്ചിട്ടുള്ളൂ എന്നതിനാൽ ടിക്കറ്റ് വിൽപ്പനയും സ്പോൺസർഷിപ്പ് പണവും വളരെ കുറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ കറാച്ചിയിൽ ന്യൂസിലൻഡിനെതിരെയും രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ദുബായിൽ ഇന്ത്യക്കെതിരെയുമാണ് പാകിസ്ഥാൻ കളിച്ചത്. റാവൽപിണ്ടിയിൽ ബംഗ്ലാദേശിനെതിരെ നിശ്ചയിച്ച പാകിസ്ഥാന്റെ മൂന്നാമത്തെ മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു.